ഹായ് ആറ്റ്ലസ്മിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അവിജ്ഞ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹൈലി റെക്കമെൻഡഡ് വീഡിയോ ആണ്. അത് കുറേ പേരല്ല, ഒരാളുടെ ഹൈ റെക്കമെൻഡേഷൻ ആണ്. പുള്ളിക്കാരി എന്നോട് ചോദിച്ചത് എന്തൊക്കെയാണ് ആർട്ട് കോർണറിൽ ഉള്ളത്, അതിൽ ഓരോ സാധനങ്ങളും എന്തൊക്കെയാണ്, എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമെന്ന്. അപ്പോൾ അതുണ്ടാക്കുന്ന വീഡിയോസ് ഇല്ല, പക്ഷേ എന്തൊക്കെയാണുള്ളത്, എങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തതെന്നുള്ളൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം. ഒരാളുടെ ആർട്ട് കോർണറോ ആർട്ട് സ്റ്റുഡിയോ എന്താ സെറ്റ് ചെയ്യുന്നതിന് അത് അവരുടെ സ്വന്തം കംഫർട്ടബിലിറ്റിക്ക് വേണ്ടിയാണ്. അപ്പം എൻ്റെ കംഫർട്ടബിലിറ്റി ലെവൽ നിങ്ങൾക്ക് ആപ്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിവേ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതേപോലെ ഈ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതേപോലെ ഞങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത ട്യൂട്ടോറിയൽസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഐ വിൽ ബി ഹാപ്പി ടു ഹെൽപ്പ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നോക്കാം. അപ്പം ഈ ഇതിലേക്ക് ആദ്യം കയറി വരുമ്പോൾ നിങ്ങൾ ആദ്യം കാണുക ഈ ഫ്ലോർ പെയിൻറ്റിംഗ് ആണ്. ഇതെങ്ങനെയാണ് ചെയ്തതെന്നുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കണ്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണുക. പിന്നെ ഇവിടെ ഒരു ബോർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും DIY ആണ്. നമ്മളെ ഹോൾ സീലിംഗ് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തതാണ്. ഇപ്പോൾ എന്തെങ്കിലും ഐഡിയാസൊക്കെ ജോട്ട് ഔട്ട് ചെയ്യാനും നമുക്ക് മാർക്കർ കൊണ്ട് എഴുതി മായ്ക്കാനൊക്കെ പറ്റുന്ന ഒരു സർഫസ് ആണ്. പിന്നെ കുറച്ച് ചെടികളൊക്കെ ഞാൻ താഴെ വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ കുഞ്ഞാറ്റേൻ്റെയും ടീമിൻ്റെയും കളിക്കുന്ന ഏരിയ ആണ്. അപ്പോൾ അവർ തുറന്നു വിടാറാണ് പതിവ് ഇവിടെ. പിന്നെ നമ്മൾ ആമക്കുട്ടികൾ ഈ 3 എണ്ണം വെള്ളത്തിലുണ്ട്. ഒരാളിത് അപ്പുറത്ത് റെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഉറങ്ങാൻ തോന്നുന്നു. നല്ല വെയിലടിക്കുന്നുണ്ട് ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങോട്ട്. അവിടെ ഇവിടെയൊക്കെ വിൻഡോസാണ്, അപ്പം അത് ലൈറ്റ് അടിക്കുന്നതിനെ കൊണ്ട് കാണാത്താണ്. ഇതുണ്ടോ, ഇതേപോലെ വിൻഡോസാണ് ഇവിടെയൊക്കെ. സ്ലൈഡ് ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി ഞങ്ങളെ വീടിൻ്റെ ടെറസാട്ടോ, അപ്പോൾ അതിങ്ങനെ സെറ്റ് ചെയ്തെടുത്താണ്. അപ്പോൾ അതേപോലെ ഇത് നമ്മളെ ചിമ്മിനില്ലേ, അതിന് എന്താ പുകയെടുപ്പിൻ്റെ അത് പെയിൻ്റ് അടിച്ചിട്ട് അതിനകത്ത് സിമെൻറ്റ് അരച്ചിട്ട് ഇതേപോലെ ചെടിച്ചട്ടി പോലെ ആക്കിയെടുത്താണ്. ഇത് പിന്നെ ഡാഡിയും ഞാനും കൂടി ഉണ്ടാക്കിയ കുഞ്ഞാറ്റൻ്റെ കൂടാണ്. കുഞ്ഞാറ്റയ്ക്ക് മാത്രം ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ഇപ്പോൾ ഇതിനകത്ത് കുറേ ആൾക്കാരായി. ഇതിനകത്ത് 8 ആൾക്കാരുണ്ട്. കുഞ്ഞാറ്റൻ്റെ മക്കളും കൂടി എല്ലാവരും കൂടി. ഈ മുന്നിൽ നിൽക്കുന്ന വെള്ളപ്പുള്ളിയാണ് ചോക്കി. ഹായ് പറ. അപ്പോൾ ആദ്യത്തെ ഷെൽഫ് വരുന്ന ഇതാണ്. ഇതും ഫുള്ള് ഉണ്ടാക്കിയതാണ്. മുളേൻ്റെ 2 സൈഡ് സപ്പോർട്ട് കൊടുത്തിട്ട് പ്ലൈവുഡുകളെ അതിനകത്തേക്ക് വെച്ച് കൊടുത്തതാണ്. അപ്പം അതൊക്കെ അന്ന് ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കുമ്പോഴുള്ള വീഡിയോസൊന്നുമില്ല. ഇത് ഫുള്ള് കുഞ്ഞാറ്റേൻ്റെയും മാമക്കുട്ടികളെയും മീനിൻ്റെയൊക്കെ ഫുഡും ഐറ്റംസും അങ്ങനെ ബ്രഷപ്പ് സാധനങ്ങളൊക്കെയാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് സ്കൂളിൽ പഠിക്കുമ്പം. അത് ലാൻഡൻ പോലെയാണ്. അതിൻ്റെ ഉള്ളിൽ മെഴുകുതിരി വെച്ച് ലൈറ്റൊക്കെ കത്തിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. പിന്നെ ഇവിടെ ജസ്റ്റ് ഞാൻ കുറച്ച് പെയിൻറ്റും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഗ്ലൂം, ഇങ്ക്. ഞാൻ ഇങ്ക് പെന്നാണ് യൂസ് ചെയ്യുക, സോ അതുകൊണ്ട് ഇങ്കും സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയൊരു അക്വേറിയം. അത് കുറച്ച് മീനുകളുണ്ട്. അധികം ആൾക്കാരൊന്നുമില്ല, കുറച്ച് പുള്ളികളേ ഉള്ളൂ. അപ്പോൾ ഇത് ഫയൽസൊക്കെയാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതും റെഫറൻസ് മെറ്റീരിയലൊക്കെ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്ഥലമാണിതോ ഇവിടെ. അത് കഴിഞ്ഞാൽ അത് കുറച്ച് സ്കെച്ച് ബുക്കുകളാണ് ഡ്രോയിങ് ചെയ്യാനുള്ള. പിന്നെ താഴെ റെഫറൻസ് വാട്ടർ കളറിൻ്റെ ബുക്കുണ്ട്, അങ്ങനെയൊക്കെ. അത് ഹെയർ ഡ്രയർ ആണ്. ഹെയർ ഡ്രയർ എന്താ വാട്ടർ കളർ പെയിൻറ്റിങ്ങിൽ തന്നെ വേഗം ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 2 സൈഡിൽ ഇങ്ങനെ ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെയ്ത പെയിൻറ്റിങ്ങോ അതേപോലെ റോളാക്കി വെക്കണമെങ്കിൽ റോളാക്കി വെക്കാം. അതിനകത്ത് ഞാൻ സ്കെയിലും കുറച്ച് ബുക്ക് പൊതിയുന്ന പേപ്പറുകളും വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞത് ഇവിടെ ഒരു കൊച്ചു കൂട്ടുകാരുണ്ട്, 2 പേര്. ഇവിടെ ഒരു ചെടിയുണ്ട്. ഇതും അതേപോലെ മുളയിലിട്ടതാണ്. ഇത് വെള്ളത്തിലുണ്ടാകുന്ന ചെടിയാണ്. എയർ പ്യൂരിഫയറോ അങ്ങനെയൊക്കെ പറഞ്ഞൊരു ചെടിയില്ലേ, അപ്പോൾ ഇത് സുജിലേച്ചിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നതാണ്. ഇത് അതേപോലെ ഈ മുളയ്ക്കകത്ത് സിമെൻ്റ് ഇട്ട് നിറച്ചിട്ടാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്, അല്ലാണ്ട് മുളയിലേക്ക് ഡയറക്റ്റ് വെള്ളം ഒഴിച്ചതല്ല. അപ്പോൾ ഈ പെയിൻറ്റ് ബ്രഷ് ഹോൾഡറൊക്കെ ഹാൻഡ് മെയ്ഡാണ്. അതായത് ബാമ്പു മുറിച്ച് ഉണ്ടാക്കി സാൻഡ് പേപ്പർ ഇട്ട് വാർണിഷ് അടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാനും ഡാഡിയും കൂടി ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോസ് ഇല്ല, പക്ഷേ മെജോറിറ്റി സാധനങ്ങൾ മുളയാണ് ഇവിടെ. അത് മമ്മീൻ്റെ വീട്ടിൽ മുളയുണ്ട്. അപ്പോൾ അവർ മുറിച്ചപ്പോൾ അങ്ങനെ വെറുതെ ഇതായി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളതൊന്ന് ശരിക്കും ഇഫക്റ്റീവായിട്ട് ഉപയോഗിച്ചതാണ്. അതാണ് ഇത്രമാത്രം മുളകൾ ഇവിടെ വന്നത്. അപ്പോൾ ഇതിനകത്ത് ഇത് ഫുൾ എൻ്റെ പെയിൻറ്റ് ബ്രഷുകളാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് ടൈപ്സ് ഓഫ് പെയിൻറ്റ് ബ്രഷിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഏതൊക്കെ ബ്രഷുകളാണ് എങ്ങനെയൊക്കെയാണെന്ന്. ഇതിൻ്റെ പഴയ സെറ്റ് ഓഫ് ബ്രഷാണ്. ഇതിൻ്റെയൊക്കെ കോലം കണ്ടു. പഴയ ഞാൻ ആദ്യം പഠിച്ചത് ഈ ഒരു സെറ്റ് ബ്രഷിലാണ്. ഇതൊക്കെ പിന്നെ വാങ്ങിയ ബ്രഷുകളാണ്. അത് കഴിഞ്ഞാൽ അത് ഇവിടെ ഒരു കൊച്ചു കൂട്ടുകാരനുണ്ട്. ഇതെനിക്ക് തീർത്ത കൊണ്ടുത്തന്ന ചെടിയാണ്. ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ചെടികളൊക്കെ. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഇവിടെ കുഞ്ഞു കുപ്പിയിലൊക്കെ ചെടികളുണ്ട്. പിന്നെ ചെറിയ പേപ്പറും ടേപ്പൊക്കെ നമുക്ക് ഇമ്മീഡിയറ്റ്ലി കളയാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഡസ്റ്റ്ബിൻ പോലെ, സെറ്റ് ഡസ്റ്റ്ബിൻ അല്ല, പേപ്പർ മെറ്റീരിയൽസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരിത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഇതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി വാങ്ങിയ സാധനമൊന്നുമല്ല. നമ്മൾ ഗുലാബ് ജാമുൻ, ഹൽദിറാംസിൻ്റെ ഗുലാബ് ജാമുൻ വാങ്ങുമ്പോൾ കിട്ടുന്നതാണ്. ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ നൈഫുകളാണ്.
ആദ്യം ഞാൻ ഈ പ്ലാസ്റ്റിക് നൈഫാണ് വാങ്ങിയത്, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ മെറ്റൽ നൈഫ് വാങ്ങിയത്. റേറ്റ് വ്യത്യാസമുണ്ട് രണ്ടിനും നാച്ചുറലി. അപ്പോൾ ഓരോ സൈസ് ബ്രഷുകളും. പിന്നെ ഇതെനിക്ക് ഐശ്വര്യം കൊണ്ടുത്തന്നതാണ്, ഒരു സ്നോ ഗ്ലോബാണ്. അതിങ്ങനെ കുലുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിളങ്ങും. പിന്നെ ഇത് എൻ്റെ ഇങ്ക് പെന്നുകൾ. ഇതിനകത്ത് സ്കെയില്, സിസേഴ്സ്, കട്ടർ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഇത് പിന്നെ എപ്പോഴും ഹാൻഡി ആയിട്ടുള്ള പെന്ന്, പെൻസില് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, വൈറ്റ്നർ, അങ്ങനെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ. ഇതെൻ്റെ ഷാർപ്നേഴ്സാണ് ഇത് രണ്ടും. അപ്പോൾ ഇത് ഇതിനകത്ത് ഫുൾ പെൻസിലുകളാണ്, പെൻസിൽ ഡ്രോയിങ് ചെയ്യാനുള്ള കുറേ പെൻസിൽ, വൈറ്റ് പെൻസിൽ അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഇത് നമ്മൾ ഫൈൻ ലൈനറാണ്. ഭയങ്കര യൂസ്ഫുൾ ആട്ടോ ഈ ഫൈൻ ലൈനർ, നമുക്ക് കറക്റ്റ് ഔട്ട്ലൈൻ കിട്ടാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഇത് കുറച്ച് ഗ്ലിറ്റർ പെൻസും കളേഴ്സ് പെൻസും, സ്കെച്ച് പെന്നിൻ്റെ വേറൊരു മോഡൽ. പിന്നെ അത് ഞാൻ ഉണ്ടാക്കിയൊരു റോസപ്പുമാണ്, കോളേജിൽ പഠിക്കുമ്പോൾ ഉണ്ടാക്കിയത്. കണ്ടാലും അത് എൻ്റെ ഒരു കോലം ചമ്മന്തി പോലെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പാത്രം ഇവിടെ ഉണ്ട്. ഇത് എവിടെ നിന്ന് കിട്ടിയെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇങ്ങനെ ഓരോ ഡിവിഷൻസ് ആയിട്ടുള്ളതിനെ കൊണ്ട് കറക്റ്റ് നമുക്ക് അതിനകത്ത് ഓരോന്നും ഇട്ട് വെക്കാം. ഇത് കുറച്ച് ക്ലിപ്സാണ്, നമ്മൾ സ്ട്രെച്ചൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് ക്ലിപ്സ്, പേപ്പർ ക്ലിപ്സ്, അതേപോലെ പിന്നെ കുറച്ച് ടൂത്ത് പിക്കും റബ്ബർ ബാൻഡും, അതേപോലെ പഞ്ചർ, ഇത് നമ്മളെ സ്റ്റേപ്ലർ, അങ്ങനത്തെ എപ്പോഴും യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളാണ്, റബ്ബറും ടേപ്പുകളും ഒക്കെ. ഇത് ഞാൻ പിന്നെ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന തുണി, പെയിൻ്റൊക്കെ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന തുണിയും പിന്നുകളും. ഇതെൻ്റെ അല്ല അനിയനാണ്, പക്ഷേ ഇതൊക്കെ ഫുൾ സ്റ്റെൻസിലിൻ്റെ ഏരിയ ആണ്. സ്റ്റെൻസിലും ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് അങ്ങനത്തെ സാധനങ്ങൾ. അത് കഴിഞ്ഞാൽ ഇവിടേക്ക് കുറച്ച് ഡ്രോയിങ് ബുക്കും സ്കെച്ച് ബുക്സും ബുക്കുകളും പേപ്പറുകളൊക്കെ വെച്ചിരിക്കുന്ന കുറച്ചൊരു സാധനമുണ്ട്. അത് കഴിഞ്ഞാൽ അത് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനമാണ്. അത് ലൈറ്റൊക്കെ ഇപ്പം ലൈറ്റ് കത്തിക്കാൻ പറ്റില്ല, ഇത് പകലതിനെ കൊണ്ട് കത്തിക്കാൻ പറ്റില്ല. അവിടെ ഞാനൊരു തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ എന്തെങ്കിലും ആക്കാൻ വിചാരിച്ചെടുത്ത് വെച്ചാൽ കറക്റ്റ് പൊട്ടിയിട്ടുണ്ട്, അപ്പോൾ അതങ്ങനെ എടുത്ത് വെച്ചതാണ്. അതേപോലെ മുകളിൽ തന്നെ ഇങ്ങനെ ഒരു തൂക്കിയിട്ടിട്ടുണ്ട് ഒരു സാധനം. ഇത് നമ്മളെ എന്താ പറയുക, ലൈറ്റിൻ്റെ ഷെയ്ഡ് ഉണ്ടല്ലോ, അതാണ്. അത് ഞാൻ കോളേജിൽ നിന്ന് ഐവിക്ക് പോയപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നത്. പിന്നെ ഇതാണ് എൻ്റെ മെറ്റീരിയൽസ്, മെയിൻ സാധനങ്ങൾ, അതായത് പെയിൻറ്റും കാര്യങ്ങളൊക്കെ. കംപ്ലീറ്റ് പെയിൻറ്റിൻ്റെ ഏരിയ ഇതാണ്. അപ്പം ഇത് വാട്ടർ കളറിൻ്റെത്, ആക്രിലിക്, താഴത്തെ ഓയിൽ പെയിൻറ്റ്. ഇത് പിന്നെ പഴയ സെറ്റുകൾ, ഒന്നും കളയാറില്ല, ഒക്കെ എടുത്ത് വെക്കും, എന്തിനാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് പാലറ്റുകൾ. അത് കഴിഞ്ഞാൽ പെൻസില്, കളർ പെൻസിൽസ്, വാട്ടർ കളർ പെൻസിൽസ്. അത് കഴിഞ്ഞാൽ ബ്ലെൻഡബിൾ പെൻസിൽസ്. അത് ക്രയോൺസ് ആണ്. അതെന്തിനാണ് ഞാൻ വാങ്ങിയത് എനിക്കിപ്പോഴും അറിഞ്ഞൂടാ, ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല, പക്ഷെ അതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊന്നും ഞാൻ ഇവിടുന്ന് വാങ്ങിയല്ല കേട്ടോ, ഇത് ഞാൻ പഠിച്ചതും വളർന്നൊക്കെ സൗദിയിലാണ്, അപ്പം അവിടെ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ചില സാധനങ്ങൾ ഞാൻ കാണിച്ചു തരുന്ന ചില സാധനങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയെന്ന് വരില്ല. അത് കഴിഞ്ഞിട്ട് ഇത് ഡ്രൈ പെയിൻ്റ് ആണ്, അത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അത് കഴിഞ്ഞത് വാർണിഷ്, പിന്നെ അത് യൂസ് ചെയ്യുന്ന ഗ്ലാസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. DIY കലണ്ടർ, ഇത് ഞാൻ കാണിച്ചത്, ഇതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണാം. ഒരു ക്ലോക്ക് ഉണ്ട്, ഇതും അതേപോലെ ഉണ്ടാക്കിയ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അടുത്തത് ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ സീൻസ് ഒന്നും തീരുമാനമായിട്ടില്ല. പിന്നെ ഇത് ഒരു ലാമ്പാണ്, ഇത് മുകളിലേക്ക് തിരിച്ച് വെച്ചിരിക്കുക, അഡ്ജസ്റ്റബിൾ ആണ്, ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ മുകളിലേക്ക് തിരിച്ച് വെച്ചിരിക്കുന്നത്, അത് ലൈറ്റ് ഡയറക്റ്റ് വർക്കിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് തിരിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇവിടെ ഒരു പ്ലാന്റഡ് അക്വേറിയം ഉണ്ട്, കുറേ മീനുകളുണ്ട്. പക്ഷേ ചെടിയുള്ളതിനെ കൊണ്ട് എല്ലാവരും കാണുമെന്നറിയില്ല, അതോതാ ആരൊക്കെയോ വരുന്നുണ്ട്. അതേപോലെ ഇവിടെ ഞാൻ പറഞ്ഞില്ല, ജനൽ തുറന്നിട്ടിരിക്കാൻ ലൈറ്റ്സ് ഉള്ളതിനെ കൊണ്ട് കാണാത്ത. അപ്പോൾ ഈ ടേബിളും കംപ്ലീറ്റ് ഉണ്ടാക്കിയതാണ്, അതായത് മുളയാണ് ഇതിൻ്റെ കാലൊക്കെ. ഇതിനത്ര 1 2 3 4 5 കാലുള്ള മേശയാണ്, 5 കാലുള്ള മേശ. അതേപോലെ ഇത് പ്ലൈവുഡ് വാങ്ങിയിട്ട് സാൻഡ് പേപ്പർ ഇട്ടിട്ട് വാർണിഷ് അടിച്ചതാണ്. പ്ലൈവുഡൊക്കെ ഇതേ സൈസിന് കടയിൽ പോയിട്ട് മുറിച്ച് വാങ്ങിയതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് ഇങ്ങനെ ഓരോന്ന് ഹോൾഡ് ചെയ്യാനും വേണ്ടിയിട്ട് മുളേനെ കൊണ്ട് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് കുറച്ച് ചാർട്ടും ക്യാൻവാസിൻ്റെ റോളും, അത് ഈ മറ്റേ സ്റ്റാൻഡിൻ്റെ ഒക്കെ ബാഗാണ്. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഔട്ട്ലെറ്റ് പോയിൻ്റ് ഉണ്ട്, ലാപ്പ് കുത്താനും നമുക്ക് എൻ്റെ ടേബിൾ ലാമ്പ് കണക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ഇത് ഊരിയെടുക്കുകയും ചെയ്യാൻ വേണമെങ്കിൽ. പിന്നെ അവിടെ കുറച്ച് ബോർഡുകൾ, ക്യാൻവാസ് ഒട്ടിക്കാനും വാട്ടർ കളർ പെയിൻറ്റിങ് ചെയ്യാനും കട്ട് ചെയ്യാനൊക്കെ ഉള്ള ബോർഡുകൾ. ഇത് പിന്നെ ഭയങ്കര സുഖമാണ് ഈ ചെയറിൽ ഇരിക്കാൻ. കുറേ നമ്മൾ നിന്നിട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെയറിലൊന്ന് ചാരി ഇരിക്കാനുള്ള പണി. ബാക്കിൽ ഇൻവേർട്ടർ ആട്ടോ. അത് കഴിഞ്ഞാൽ ഇതെൻ്റെ ഈസിൽ സ്റ്റാൻഡാണ്, അത് ഞാൻ വെറുതെ മടക്കി വെക്കാറുന്നില്ല, വേണ്ടപ്പം അതിനെ നിർത്തും, അല്ലാത്തപ്പം അതിനിങ്ങനെ ചാരി വെക്കാറാണ് പതിവ്. എൻ്റെ ബാഗും തൊപ്പിയും സാധനങ്ങൾ, ഈ പെയിൻറ്റിങ്സും സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു ഷെൽഫാണ്, ഇത് വാങ്ങിയ ഷെൽഫാണ്, ഉണ്ടാക്കിയൊന്നുമല്ല. ഇതിനകത്ത് ഭയങ്കര ഒരുപാട് സാധനങ്ങൾ, ഒരുമാതിരി സ്റ്റോറേജ് സ്പേസ് പോലെയാണ്.
വേണ്ടതും വേണ്ടാത്തതായ സാധനങ്ങൾ വെറുതെ ഇതിനകത്തേക്ക് തള്ളിവിടുകയാണ് ചെയ്യാറ്. ഇതിന് മുകളിൽ നിങ്ങൾക്ക് കാണാം കുറേ ഷോ പീസുകളും സാധനങ്ങളൊക്കെ മൂടി കൊടുക്കുന്നത്. ഇതെനിക്ക് ശ്രേയ എന്നതാണ്, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് ഞാൻ, ഡാഡി, മമ്മി, ഇതിൻ്റെ അനിയനാട്ടോ. പിന്നെ ഇത് എനിക്ക് NIT കിട്ടിയതാണ്, ഗ്രാജുവേഷൻ്റെ അന്ന്. ഞാൻ NIT പഠിച്ചതൊക്കെ, സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. സോ അവിടെ നിന്ന് കിട്ടിയ ബാഡ്ജൊക്കെയാണ് ഇതിൻ്റെ പേര്. ഇതേപോലെ ഫാന് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാൻ ഇവിടെ ബുക്ക് പേഴ്സൺ ഒന്നുമില്ല, പക്ഷേ ഇവിടെ കുറച്ച് ബുക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ വായിച്ച ബുക്കുകൾ മാത്രം വെച്ചാണ്, അധികമൊന്നും വായിക്കില്ല. പക്ഷേ ആരെങ്കിലുമൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വായിക്കും. ഇത് ജസ്റ്റ് USB ഒക്കെ ഇട്ട് വെക്കുന്ന ഒരു പോർട്ടലാണ്. ഇതിനകത്ത് പിന്നെ എല്ലാ സാധനങ്ങളും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഇന്നതെന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കുറേ സ്റ്റോറേജാണ് വേണ്ട കിട്ടുന്ന സാധനങ്ങളും ഐഡിയാസും. അപ്പോൾ ഈ ടേബിളിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും റെഫറൻസിന് യൂസ് ചെയ്യുന്ന ടാബും സാധനങ്ങളും. ഇതിലാണ് ഞാൻ ഇതൊക്കെ വെക്കുന്നത്. ടേപ്പും ഇത് നമ്മൾ സാധാ PVC പൈപ്പാണ്, അതിനിങ്ങനെ മുറിച്ച് തരാൻ ഡെക്കറേറ്റ് ഒന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ ജസ്റ്റ് വെറുതെ വെച്ചിരിക്കുകയാണ്. ഇത് പിന്നെ പഴയൊരു പാലറ്റ്, ഇപ്പോൾ ഉപയോഗിക്കാറില്ല. പിന്നെ ഇതിൻ്റെ അടിയിലും ഇതേപോലെ കുറേ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് നമുക്ക് സാധനങ്ങൾ വെക്കാൻ. അതിനകത്ത് ഞാൻ കുറേ യൂസ് ചെയ്യാത്തതായിട്ടുള്ള സാധനങ്ങളാണ് വെക്കുന്നത്. പിന്നെ ഇത് ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ബക്കറ്റ്. ഇത് ക്യാൻവാസിൻ്റെ റോളാണ് ഉപയോഗിക്കുന്നത്, വലിയ റോള് വാങ്ങിയിട്ട് ഞാൻ പൊതുവെ ഉപയോഗിക്കൽ. പിന്നെ ഇതിനകത്ത് ഇത് എനിക്കൊന്നും ഒരു ആർട്ട് റൂമിൽ ഇത് എന്തായാലും ആവശ്യമാണ്. നമുക്ക് പെയിൻ്റൊക്കെ യൂസ് ചെയ്ത് കഴുകാനൊക്കെ ഒരു വാഷ് ബേസിൻ സെറ്റപ്പ്. പിന്നെ ഇതോ ഇങ്ങോട്ട് വന്നിട്ടൊരു പെയിൻറ്റിങ് ഉണ്ട്. ഇത് ആക്രിലിക്കിൽ ഞാൻ വലിയൊരു പെയിൻറ്റിങ് ചെയ്ത് പഠിച്ച സമയത്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ എവിടെ ആർക്കും കൊടുത്തിട്ടൊന്നുമില്ല, ഞാൻ ഇവിടെ തന്നെ വെച്ച് കയറി വരുമ്പം കാണുന്നതാണ് ആ പെയിൻറ്റിങ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിനുള്ളിലുള്ളത്. അപ്പോൾ നമ്മളൊരു ബിഗിനർ ലെവലിൽ നോക്കുമ്പോൾ ആക്ച്വലി നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ഒരിക്കലും ആർട്ട് സ്റ്റുഡിയോ സെറ്റ് ചെയ്യുക, ആർട്ട് കോർണർ സെറ്റ് ചെയ്യുക അങ്ങനെയല്ല, ഒരിക്കലും അതല്ല. നമ്മളെങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുക അതിനകത്ത് സ്റ്റെബിലൈസ് ആവുക എന്നാണ്. അതായത് നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാനുള്ള, അതായത് ഒരു ഇൻകം വേണം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാണ്ട് ആദ്യം തന്നെ പോയി ആർട്ട് കോർണർ സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആർട്ട് സ്റ്റുഡിയോ സെറ്റ് ചെയ്തിട്ട് അങ്ങനെയല്ല. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ എന്തിനാണ് ആദ്യം ഇനീഷ്യലി വർക്ക് ചെയ്തത്. ഇതെൻ്റെ ഹോസ്റ്റൽ റൂമാണ്, തുടക്കം അവിടെയാണ്. അപ്പോൾ അവിടെ ഓൾമോസ്റ്റ് എനിക്കൊന്ന് ഒരു 1 ഇയർ അതിനകത്ത് വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇത്രയും വലിയ, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു സെറ്റപ്പിലേക്ക് വന്നത്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്ലോലി എടുക്കുക. ആദ്യം തന്നെ എനിക്ക് ഭയങ്കര ഹൈ ലെവൽ സാധനം വേണമെന്ന് വിചാരിക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിലേക്ക് ബൈ.